അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ കണക്കും കാര്യങ്ങളും ആശാൻ പറഞ്ഞു തരും. ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വിധത്തിൽ തോട്ടിയുണ്ട്, എത്ര മുഴുത്തോട്ടി മുക്കാത്തോട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആശാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആശാനെ നമ്മുടെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന തോട്ടി അത് മുഴുത്തോട്ടിയാണ്. മുഴുത്തോട്ടി അണ്ടിത്തോടാണ്. കോന്നി അറപ്പലയുടെ തോട്ടിയാണത്. തടി കാനക്കൈല. ഇത് തടി. ഇത് പൂവരശ. പൂവരശ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഈ വളയത്തിൻ്റെ വളയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് അരയടിക്ക് ഇട്ട് പിടിക്കുന്നതാണ്. ഇത് അരയടി തോട്ടിക്ക് അംശക്കണക്കിന് പിടിക്കുമ്പോൾ അരയടിക്ക് ഇട്ട് പിടിച്ച് കൺവളയത്തിൽ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ ഇപ്പം കൺവളയത്തിൽ ഉടക്കെന്ന് പറഞ്ഞാൽ ഈ കിണ്ണത്തേലടിക്കും ആന തല കളത്തും. കിണ്ണത്തേലടിക്കുമ്പോൾ ആന തല കളത്തുമ്പോൾ ഉടക്കാനാണ്. തല ഇത്രയും കടന്നു വരുമ്പോൾ ഉടക്കാം. ഇതാണ് ഈ പിടിയുടെ കണക്ക്. മനസ്സിലായോ? അത് ആദ്യം ഈ അരക്കമ്പ് കൊണ്ട് ഇവിടെ അടിക്കും. ചിലപ്പോൾ ചിലർ അന്നേരത്തെ സൗകര്യം അനുസരിച്ച് തോട്ടിയുടെ കിഴുകാലിനെ തന്നെ ഇടിച്ച് തടി അങ്ങ് കളത്തു വരുന്നെങ്കിലേ ഇവിടെ ഉടക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ കണ്ണിനകത്ത് പോകും. ദൃഷ്ടിക്കകത്ത് ഈ പൈപ്പ് കയറും. അതിനാണ് ഇത്രയും കളത്തുമ്പോൾ തല കളന്ന് കിട്ടുമ്പോഴേ ഇവിടെ ഉടക്ക് കിട്ടും. പിന്നെ അത് അത്രയും അപകടകരമായ സാഹചര്യത്തിൽ മാത്രമേ ചെയ്യാം. അതങ്ങനെ ചെയ്യാൻ പാടില്ല. കൺവളയത്തിന് അങ്ങനെ ഉടക്കാൻ പാടില്ല. നമുക്ക് അത്ര അപകടം. ആനയുടെ കണ്ണ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെ കൈത്തിട്ടത്തിന് വേണ്ടിയാണ് ഈ കിണ്ണത്തിനിടിക്കും. ഇത് നെറ്റി കിണ്ണമാണ്. ഈ കിണ്ണത്തിനിടിക്കുമ്പോൾ ആന തല കളന്നു വരുമ്പോൾ അത്രയും കളരം നമുക്ക് കിട്ടും. 3 അടിയാണിത്. തോട്ടി 3 അടിയാണ്. മുഴുത്തോട്ടിയാണിത്. മുഴുത്തോട്ടി. ഇത് വനമോഹൻലാലിൻ്റെ തോട്ടിയായത്. പാറുവാനയുടെ തോട്ടിയായത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അതിനേക്കാളും കനക്കുറവിൻ്റെ അത് കൈതമുള്ളൻ. ഈ കൈതമുള്ളൻ എന്ന് പറഞ്ഞാൽ കോന്നി അറപ്പരയുടെ കൺവളയത്തിന് തന്നെ എവിടെ വേണമെങ്കിലും ഇത് ഉടക്കാം. അമരവലുവിനൊന്ന് ഉടക്കണം. ഈ അമരത്തെ വലുവെന്ന് പറയുന്നത് ഇതാ പുറകിലത്തെ കാലിൻ്റെ ഇവിടെ. ഇത് അമരവലുവെന്ന് പറയും. ഇവിടെ ഉടക്കിയാൽ ശരിക്കും കിട്ടണമെങ്കിൽ ഇങ്ങനെ പിടിച്ചാലൊന്നും ഇങ്ങനെ പിടിക്കാം. പിടിച്ചാൽ തോട്ടി പൈപ്പ് കയറും. ചിലർ ഇങ്ങനെ കൊത്തിച്ച് കയറും. കൊത്തിച്ച് വയ്ക്കാതെ അത് ശരിയാകത്തില്ല. അപ്പോൾ അത് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ശരിക്കും കയറും. പിന്നെ മുക്കാലും 10 അടി പൊക്കമുള്ള ആനയും ചെവിക്കകത്ത് ഉടക്കി എന്ന ആന വീഴും. ഏതാനയാണെങ്കിലും വീഴും. 10 അടി പൊക്കമുള്ള ഒരു ആനയാണെങ്കിലും 8 അടി പൊക്കമുള്ള ആനയാണെങ്കിലും ചെവിക്കകത്ത് കുർണിക്കകത്ത് തോട്ടിപ്പൈപ്പ് കയറിയ ഏതാനയും വീഴും. ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഈ മണ്ടയ്ക്ക് ടോപ്പ്. അതെ. ഇപ്പം ഒരാളുടെ മണ്ടയ്ക്കോട്ട് ഒരാളുടെ നേരെ ആന ചാടി വീഴുക. ആ ചെവിയുടെ അവിടെ ഇങ്ങനെ